ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മംഗളവാർത്താക്കാലം മൂന്നാം ഞായറാഴ്ചത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ ദൈവിക വെളിപാടുകളെക്കുറിച്ചും അവയുടെ പൂർത്തീകരണത്തെക്കുറിച്ചും അതുവഴി ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങളെക്കുറിച്ചുമുള്ളതാണ്. ഒന്നാമത്തെ പ്രഘോഷണത്തിൽ അബ്രാഹത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് ശ്രവിക്കുന്നത്. നിന്നെ വലിയൊരു ജനതയാക്കുമെന്ന് അബ്രാഹത്തെ വിളിച്ച സമയത്ത് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം നിറവേറ്റുന്നതിനുള്ള ദൈവിക പദ്ധതിയാണ് കർത്താവിന്റെ സന്ദർശനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ദൈവിക പദ്ധതികൾ മനുഷ്യന് ക്രമേണ വെളിപ്പെടുത്തുന്നതും പൂർത്തിയാക്കപ്പെടുന്നതുമാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ നിന്ന് ധ്യാനിക്കുന്നത്. അബ്രാഹത്തെ വിളിക്കുന്നതും വാഗ്ദാനങ്ങൾ നൽകുന്നതും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണാം. 12:1-3. പിന്നീട് ആ വാഗ്ദാനങ്ങൾ ഉടമ്പടിയായി സ്ഥാപിക്കുന്നു. 15-ാം അധ്യായം 7:12, 17:2, 22:11. അബ്രാഹത്തിന് ഒരു പുത്രൻ ജനിക്കുമെന്ന അറിയിപ്പ് നൽകുന്നത് 17-ാം അധ്യായത്തിൽ കാണാം. തുടർന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട അക്കാര്യം ഉറപ്പിക്കുന്നത് 18-ാം അധ്യായത്തിലും കാണാം. അബ്രാഹത്തിന്റെ സന്തതിയിലൂടെ നിറവേറേണ്ട കാര്യം എന്താണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്രകാരം ക്രമേണ അബ്രാഹം ദൈവാനുഭവത്തിൽ വളരുകയും വിശ്വാസത്തിൽ ആഴപ്പെടുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ആത്മീയത ഒരു നിമിഷം കൊണ്ടോ ഒരു സംഭവത്തിന്റെ പേരിലോ ഉണ്ടാകുന്നതല്ല. തീർച്ചയായും അപ്രകാരമുള്ള സംഭവത്തിലൂടെ നവീകരണങ്ങൾ ആരംഭിക്കാം. എന്നാൽ നമ്മുടെ ആത്മീയത ദൈവവുമായുള്ള ബന്ധത്തിലൂടെ ക്രമേണ വളർന്ന് പക്വത പ്രാപിക്കേണ്ടതാണ് എന്ന് എന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്നു. ന്യായാധിപനായിരുന്ന സാംസന്റെ അമ്മയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഒരു പുത്രൻ ജനിക്കുന്ന കാര്യം അറിയിക്കുന്നതും അവന്റെ ദൗത്യം എന്തായിരിക്കും എന്നതുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. സാംസൺ ജനിക്കുന്നതിന് മുൻപേ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരു ദൈവിക പദ്ധതിയുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ദർശനത്തിൽ. കുഞ്ഞിനെ അതനുസരിച്ച് വളർത്തുവാനുള്ള നിർദ്ദേശമാണ് സാംസന്റെ അമ്മയ്ക്ക് ദൂതൻ നൽകുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് എന്ന് ജെരമ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ദൈവിക പദ്ധതിയോട് സഹകരിച്ച് അതിലേക്ക് തങ്ങളുടെ മക്കളെ വളർത്തുക എന്നതാണ് മാതാപിതാക്കളുടെ കടമ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിൽ വളരുന്നതിന് ഓരോ വ്യക്തിക്കും കടമയുണ്ട്. അതിൽ നിന്നും അകന്നാൽ വീഴ്ച സംഭവിക്കാമെന്ന് സാംസന്റെ ജീവിതം പിന്നീട് വ്യക്തമാക്കുന്നുമുണ്ട്. നമ്മിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണമെന്ന് സാംസന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവിക വെളിപാടിലൂടെ ലഭിച്ച കൃപയോട് സഹകരിച്ച് ദൈവത്തിന്റെ ഉത്തമ കാര്യസ്ഥനെ പോലെ പ്രവർത്തിക്കുന്ന പൗലോസ്ലീഹ തന്റെ അനുഭവം പങ്കുവെക്കുന്നതാണ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തുക എന്ന് സ്ലീഹായുടെ ജീവിതം പറഞ്ഞു തരുന്നു. തനിക്ക് എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കുമെന്ന് സക്രിയായ്ക്ക് ലഭിച്ച അറിയിപ്പ് പൂർത്തിയാകുന്നതും തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പ്രഘോഷിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ശ്രവിക്കുന്നത്. ദൈവം കൃപ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്കുണ്ടായ കുഞ്ഞിന് യോഹന്നാൻ ദൈവം കൃപാലുവാണ് എന്ന് പേര് നൽകിക്കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ പ്രഘോഷിക്കുന്നു. ദൈവഹിതത്തിനു മുൻപിൽ മാനുഷിക യുക്തിയുടെ അതിപ്രസരത ഒന്ന് കുറച്ച് ദൈവഹിതത്തോട് യുക്തിപൂർവ്വം സഹകരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സക്രിയയുടെ ജീവിതം നമ്മോട് പറയുന്നത്. ദൈവഹിതം എങ്ങനെ നടക്കും എന്ന് ചോദ്യം ചെയ്തിരുന്ന സക്രിയ നിശബ്ദനാകാൻ ദൈവദൂതൻ വിട്ടുകൊടുക്കുന്നു. ആ നിശബ്ദതയിൽ അവൻ ദൈവവചനം ധ്യാനിച്ചു, ദൈവഹിതത്തോട് സഹകരിച്ചു. എലിസബത്തിൽ അവന് കുഞ്ഞു ജനിച്ചു. ദൈവകൃപ മനസ്സിലാക്കി അത് അനുഭവിച്ചു. അവൻ ആ ശിശുവിന് കർത്താവിന്റെ കൃപ എന്ന് പേര് നൽകി. അവിടെ നിശബ്ദത ഭേദിച്ച് ദൈവസ്തുതികൾ ഉയരുന്നതാണ് സുവിശേഷത്തിൽ തുടർന്ന് നാം കാണുന്നത്. ഈ മംഗളവാർത്താ കാലത്ത് അല്പം നിശബ്ദതയിൽ വ്യാപരിക്കുവാൻ, മാനുഷിക യുക്തികളെ നിയന്ത്രിച്ച് ദൈവവചനം കൂടുതൽ ധ്യാനിക്കുവാനും
അനുദിന ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ദൈവഹിതത്തോട് സഹകരിക്കാൻ, അങ്ങനെ നമ്മുടെയും ജീവിതം മംഗളകരമാക്കുവാനും മറ്റുള്ളവർക്കത് മംഗളവാർത്തയാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആമേൻ.